അതിന് അറഫയിൽ നിന്ന് ബസ് കയറി മുസ്ദലിഫ വഴി മിനയിലേക്ക് നമ്മൾ എപ്പോ എത്തുമെന്ന് അല്ലാഹു അഅലം. അതിപ്പോ ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. മുസ്ദലിഫ കിട്ടുമോ അതും അറിയില്ല. കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കിട്ടിയില്ലെങ്കിൽ എന്ത് വഴി എന്ന് ഇപ്പൊ പറയണ്ടല്ലോ. കിട്ടാതിരുന്നാ പറഞ്ഞാൽ പോലെ. കാരണം ബസ് നമ്മളല്ല കൊണ്ടുവരുന്നത്, ഡ്രൈവറാണ്. ഏതെങ്കിലും വഴിക്ക് ബ്ലോക്കായിട്ട് വേറെ വഴിക്ക് തിരിച്ചു വിട്ട ബസ് വഴിക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ മുസ്ലിം കയറാതെ പോകും. കയറാതിരിക്കുമെന്ന് ഇപ്പോൾ വേദനണ്ട. കയറിയിട്ടില്ലെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്താൽ മതി. അല്ലാഹു പൂർണ്ണ രീതിയിൽ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അന്ന് മിനയിൽ നമ്മൾ തിരിച്ചെത്തും. ചിലപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിനയിൽ അറഫയിൽ നിന്ന് മിനയിൽ അറഫയിലേക്ക് നമ്മൾ ബസ് കൊണ്ടുപോയി. അറഫയിൽ നിന്ന് മുസ്ദലിഫ വരെ എത്തിക്കേണ്ട ചുമതലയെ ബസ്സിന്റെ ഡ്രൈവർമാർക്കുള്ളൂ. സൗദി ഗവൺമെന്റിന്റെ നിയമമാണ്. മിനയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് നടക്കണം. ഇതാണ് നിയമം. മിനയ്ക്ക് എത്ര ദൂരം ഉണ്ടാവും? 23 നവംബർ 3 കിലോമീറ്റർ എന്താ ഉള്ളൂ. മിനയുടെ മുസ്ദലിഫയിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും. അതെങ്ങനെ കടക്കേണ്ടി? ലക്ഷോപലക്ഷം ജനങ്ങൾക്കിടയിൽ. അപ്പൊ അതെങ്ങനെ ഇപ്പൊ നടക്ക പഠിച്ചോനെ? ബേജാറാണ്. ആ സമയത്ത് നടക്കുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു സൗകര്യമുണ്ട്. കയറുന്ന ബസ്സിന്റെ ഡ്രൈവർമാരെ നിങ്ങൾ കയ്യിലെടുത്താൽ പോലും മുസ്ദലിഫയിൽ വിടാതെ നേരെ മിനയിൽ കൊണ്ടുപോയി വിട്ട് അതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡ്രൈവർമാരെ ദേഷ്യം പിടിക്കരുത്. പോലെ നല്ല സോഫാക്കി തലയിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് പോലെ കയറിയ തന്നെ ചിലർ ഭക്ഷിസ് തന്നെ കൈമളക്ക് അതാണ്. അത് സ്വതക്കാന്ന് നീയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഞങ്ങളെല്ലാവരും അവരോട് പറയാം, ഞങ്ങളെല്ലാവരും സ്വതക്കല്ല, ഞങ്ങൾ മിനയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ ചെറിയ സംഖ്യ എടുത്താൽ തന്നെ ഓന് നല്ലൊരു അത്യാവശ്യം നല്ല സംഖ്യയാവും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പ്രയാസപ്പെടാതെ മനസ്സിലാവും. അത് എല്ലാ ഡ്രൈവർമാരും ചെയ്തുകൊണ്ടൊന്നുമില്ല. എല്ലാ ഡ്രൈവർമാരും മിനയിൽ കൊണ്ടുപോയിട്ടുള്ളൊന്നുമില്ല. ഇനി ചില ഡ്രൈവർമാർ വാങ്ങിക്കൊള്ളുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ മനോഗതിക്ക് വ്യത്യാസം. അപ്പൊ ഞങ്ങള് അത് നിർബന്ധമല്ല വിഷയം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത്രയാണ് ഡ്യൂട്ടി. അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ കൊണ്ടുപോയാക്കും. മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് നമ്മൾ നടന്നെത്തണം. ഇതാണ് ഇതിന്റെ രീതി. മറ്റത് നിങ്ങൾക്ക് സ്വയം ചെയ്യാം. നമ്മുടെ കമ്പനിയുടെ ഒരു രീതിയോ സ്വഭാവമോ അല്ല. മറ്റത് നടക്കൂല. കാരണം ഇവിടുത്തെ നിയമം ഇല്ല. മനസ്സിലായല്ലോ? നിയമം മുസ്ദലിഫ വിട്ടിട്ട് പോയിട്ട് പോകാനാണ്. ഓരതനുസരിച്ച് ചെയ്യാം. നിയമം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്താൽ മതി, കമ്പനിക്ക് തന്നെ ചെയ്താൽ മതി. അപ്പൊ കമ്പനിക്ക് ചെയ്യാൻ കഴിയില്ല. ബസ്സിന്റെ ഡ്രൈവർമാരെങ്ങനെ ഇത് സ്വഭാവം ആവും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവർമാരെ കയ്യിലെടുത്ത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതിലെല്ലാവരും വഴിപ്പെട്ടോണമെന്നില്ല. വഴിപ്പെട്ടാൽ നമ്മൾ കഴിച്ചില്ലായി. ചിലപ്പോ നമ്മൾ കൊടുക്കുകയും ചെയ്യണ്ട. ചില നല്ല ഡ്രൈവർമാരുണ്ടാവും. ഒരു കഷ്ടപ്പാടെല്ലാം ആദ്യമായി